ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ കുറച്ച് സമയമാണ് നമ്മുടെ ജീവിതം. നമ്മൾ ഈ ലോകത്ത് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകില്ല. അപ്പോൾ ഈ ഭൂമിയിലുള്ള ഈ കാലം പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക. നമുക്കുണ്ടാകുന്ന ഓരോ ഫീലിങ്സ്, ദേഷ്യം, സങ്കടം, സന്തോഷം, അതൊക്കെ പ്രകടിപ്പിക്കുക. കരയാൻ വരുമ്പോൾ കരയുക, ചിരിക്കാൻ വരുമ്പോൾ ചിരിക്കുക. നമ്മൾ എന്തുണ്ടാക്കിയാലും നമ്മൾ എന്തൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടോ നശിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതല്ല നമ്മൾ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് തന്നെ പോകും. ചിലപ്പോൾ ആ ഒരു പീരീഡിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിരിക്കാം, പക്ഷെ എല്ലാം നമ്മൾ ഭൂമിയിൽ വിട്ടിട്ട് നമ്മൾ പോകും. വെറും കൈയായി പോകും, ഒന്നും ഉണ്ടാവില്ല, ഒരിക്കലും ഡ്രസ്സ് പോലും ഉണ്ടാവില്ല. നമ്മൾ സ്വന്തമാക്കിയ വീട്, ബംഗ്ലാവ്, കാറ് ഒന്നും ഉണ്ടാവില്ല. വെറും ശരീരത്തോടെ പോകും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആരും ഉണ്ടാവില്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ കാലം, നമ്മൾ ഈ ജീവിക്കുന്ന കുറച്ച് കാലം സന്തോഷത്തോടെ എല്ലാവരെയും സ്നേഹിക്കുക, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക, മക്കളെ സ്നേഹിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, ബഹുമാനിക്കുക. അങ്ങനത്തെ കുറേ കാര്യം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, ദൈവത്തെ അനുസരിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. എനിക്ക് ഒരുപാട് ഒരു സന്തോഷമുള്ള വിഷയമാണ്. കാരണം നമ്മൾ അലക്സാണ്ടർ പുള്ളിക്കാരി ലോകത്ത് എല്ലാം നേടിയ ആളാണ്. പക്ഷേ ലോകത്ത് നിന്ന് പോയ സമയത്ത് അയാൾ പറഞ്ഞൊരു മരിക്കുമ്പോൾ 2 കൈകളും ശവപ്പെട്ടിക്ക് പുറത്തിടണം. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു ആൻസറാണ് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതായത് ഞാൻ ഈ ലോകത്തു നിന്ന് ഇതെല്ലാം ഉണ്ടാക്കി, പക്ഷെ പോകുമ്പോൾ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല, വെറും കൈയായാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഭൂമിയിൽ സമ്പാദിക്കുന്നതെല്ലാം നമ്മൾ ഇട്ടേച്ച് പോകും. ഇപ്പോൾ എന്തിനാണ് ഈ വാശി, എന്തിനാണ് ഈ ദേഷ്യം, മറ്റുള്ളവരെ പറ്റിച്ചും മറ്റുള്ളവരെ വേദനിപ്പിച്ചും എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾ എത്ര പറ്റിച്ചാലും മറ്റുള്ളവരെ വേദനിപ്പിച്ചാലും ഒരു ദിവസം നമുക്ക് അതിൻ്റെ ഫലം അനുഭവിക്കും. ഒരാളുടെ വേദന, ഒരാളുടെ കണ്ണുനീര്, ശാപം, എല്ലാത്തിനും വിലയുണ്ട് നമുക്ക്. അപ്പോൾ ജീവിക്കുന്ന കുറച്ച് കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. അതുപോലെ നമുക്ക് വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ ജീവനോടുള്ളിടത്തോളം കാലം അവരുമായി കുറച്ച് സമയം ചിലവഴിക്കുക. അതിന് വലിയ സന്തോഷം വേറൊന്നുമില്ല. കാരണം ഈ ഓണ സമയത്ത് ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും, ചെറുതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ചെറിയ പ്രോഗ്രാമൊക്കെ. സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ആകെ 2 മണിക്കൂർ എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് പപ്പ തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് വേഗം വരിക ചെയ്തത്. ആ 2 മണിക്കൂർ അതെനിക്ക് 2 വർഷത്തെ സന്തോഷം തന്നു. കാരണം ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഞങ്ങളുടെ മക്കളുടെ സന്തോഷം, അമ്മയുടെ സന്തോഷം. കാരണം അടുത്ത വർഷം നമ്മൾ ആരുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഉള്ള സമയം, ഒരു ദിവസം, ഒരു നിമിഷം സന്തോഷിക്കുക, ഞാനതാ പറയത്തുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ ജീവിക്കുന്ന ഈ കാലം, ചില അമ്മ മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാണ്ട്, ഒന്നും കഴിക്കാണ്ട് വയറ് മുറുക്കി എടുത്തിട്ട് ഈ മക്കൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കും. സ്വന്തം ഭക്ഷണം കഴിക്കില്ല, മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി സേവ് ചെയ്യും. പക്ഷേ വാർദ്ധക്യം അല്ലെങ്കിൽ അവസാന കാലം വരുമ്പോൾ ഈ മക്കൾ ഈ പൈസ എല്ലാവരും കയ്യിൽ നിന്ന് എടുക്കും. എന്നിട്ട് മാതാപിതാക്കൾ ഒന്നിൽ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ വളരെ ദയനീയ അവസ്ഥയിലാക്കും. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര വേദനയുള്ള സംഭവമാണ്. പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കളോട് ഞാൻ പറയുന്നത്, ഞാൻ തന്നെ എൻ്റെ ഒരു കാര്യമാണ്. കാരണം മക്കൾക്ക് നമ്മൾ സേവ് ചെയ്യണം, നമ്മൾ മക്കൾക്ക് വേണ്ടി തീർച്ചയായിട്ടും സേവ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾ സന്തോഷം, നമ്മളും ജീവിക്കണം, നമ്മൾ സന്തോഷം കണ്ടെത്തണം. അല്ലാതെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല ഒരുപാട് സേവ് ചെയ്തിട്ട് അവസാനം നമുക്കൊന്നുമില്ലാതെ നമ്മളെ അടിച്ചടക്കുന്നൊരവസ്ഥ വരുന്നതിനേക്കാളും നല്ല നമ്മുടെ പേരിലും എന്തെങ്കിലും ഉണ്ടാവണം, സന്തോഷിക്കണം. അപ്പോൾ ഞാൻ വല്ലാതെ ബോറടിപ്പിച്ചിട്ടുണ്ടാവും. എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്